ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്ററേച്ചർ ഭാഗത്തുള്ള ഒരു ടോപ്പിക്കാണ് മാക് ഫ്ലെക്നോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സാഹിത്യ കൃതിയായിരിക്കും മാക് ഫ്ലെക്നോ. കാരണം ഡ്രൈഡൻ, വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് കവിയാണ് ഡ്രൈഡൻ, ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ നാം ഗ്രാജുവേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല ഐഡിയാസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നല്ല ഐഡിയ ഉള്ള ഒരു ഭാഗമാണെന്ന് കരുതി ഇത് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു OMR എക്സാം വരുന്ന സമയത്ത് അതിൽ നിശ്ചിത പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും. സോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക് ഫ്ലെക്നോ ഈസ് എ വേഴ്സ് മോക്ക് ഹീറോയിക് സാറ്റയർ റിട്ടൺ ബൈ ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുള്ള ഒരു മോക്ക് ഹീറോയിക് സറ്റയറാണ് മാക് ഫ്ലെക്നോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുക, ഇതൊരു മോക്ക് ഹീറോയിക് സറ്റയറാണ്. മോക്ക് ഹീറോയിക് സറ്റയർ എന്ന് പറയുന്നത് ഒരു ഹീറോയെ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള കാവ്യത്തെയാണ് നമ്മൾ മോക്ക് ഹീറോയിക് സറ്റയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കാവ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്, മോക്ക് ഹീറോയിക് സറ്റയറാണ്. ഇത് ആരെയാണ് പരിഹസിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ തോമസ് ഷാഡ്വെൽ എന്ന് പറയുന്ന ഡ്രൈഡൻ്റെ അതേ കാലത്തുണ്ടായിരുന്ന പ്രശസ്തനായ ഒരു കവിയെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്. വളരെ ഡയറക്റ്റായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു കവിത നോക്കുന്ന സമയത്ത് കവിതയുടെ ഫുൾ ടൈറ്റിൽ ഒരു TS കാണാം. ഈ TS എന്നുള്ളത് തോമസ് ഷാഡ്വെൽ എന്ന കവിയുടെ പേരിൻ്റെ ചുരുക്ക രൂപമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ കവിത മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിലേക്കുള്ള വളരെ ഡയറക്റ്റായിട്ടുള്ള ഹിൻറ്റ് തന്നെ നമ്മുടെ ഡ്രൈഡൻ തരുന്നുണ്ട്. ഇനി ജോൺ ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് 9, 1631 അദ്ദേഹം മരണപ്പെടുന്നത് May 1, 17 അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. വർഷങ്ങൾ അധികം നമുക്കങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു പോയറ്റാണ്, ഡ്രാമാറ്റിസ്റ്റാണ്, ക്രിട്ടിക്കാണ്. who dominated the literary scene of his day that it came to be known as the Age of Dryden. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലയളവിലെ, അതായത് 1631-1700 കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ പേരിൽ അവർ രചന നിർവഹിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുക ഒരു സാധാരണയാണ്, അത് എല്ലാ ലാംഗ്വേജിലും ഉള്ളതാണ്. അപ്പോൾ ഡ്രൈഡൻ്റെ കാലഘട്ടത്തെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ അടക്കം ചെയ്തത്, ഹി വാസ് ബറീഡ് ഇൻ വെസ്റ്റ്മിനിസ്റ്റർ അബേ ബിറ്റ്വീൻ ചൗസർ ആൻഡ് എബ്രഹാം കൗലി ഇൻ പോയറ്റ്സ് കോർണർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു രീതിയിലുള്ള പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെ എവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പല കോമ്പറ്റേറ്റീവ് എക്സാമിനും നെറ്റ് പോലുള്ള എക്സാമുകൾക്ക് വരാറുണ്ട്. സോ വെസ്റ്റ്മിനിസ്റ്റർ അബേയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ആ ഒരു കോർണറിനെ പറയുന്നത് പോയറ്റ്സ് കോർണർ എന്നാണ്. ആ പോയറ്റ്സ് കോർണറിൽ തന്നെ ചൗസറിനും എബ്രഹാം കൗലിക്കും ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. സോ ഇത്രയും കാര്യം നന്നായിട്ട് നോക്കി വയ്ക്കുക. ദെൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിവിവരങ്ങളിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഇംഗ്ലീഷ് കവിയാണ്, ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റാണ്. ഇതിനും പുറമെ അദ്ദേഹം പല തരത്തിലുള്ള സാഹിത്യ രൂപങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ 30 ട്രാജഡീസ്, കോമഡീസ്, ഡ്രാമാറ്റിക് ഒപ്പേറാസ്, അപ്പോൾ നാടക രചനകളും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. 30 ദുരന്ത നാടകങ്ങൾ, അതേപോലെ കോമഡീസ്, ഡ്രാമാറ്റിക് ഒപ്പേറാസ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു ക്രിട്ടിക് അല്ലെങ്കിൽ പോയറ്റ് എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിന്ന ആളല്ല ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ, നമുക്ക് എക്സാമിന് നേരിടുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ ജോൺ ഡ്രൈഡൻ ഡ്രാമാറ്റിക് ഒപ്പേറാസ് എഴുതിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത്തരം രചനകൾ, ട്രാജഡീസ്, കോമഡീസ് അടക്കമുള്ള രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. He also made a valuable contribution in his commentaries on poetry and drama, which are sufficiently extensive and original to entitle him to be considered, in the words of Dr. Samuel Johnson, as the father of English criticism. ഇദ്ദേഹം സ്വന്തമായിട്ട് രചനകൾ നിർവഹിക്കുന്നതോടൊപ്പം മറ്റ് എഴുത്തുകാരുടെ രചനകളെ വളരെ
നിരൂപണാത്മകമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് വിശേഷിച്ചിരുന്നു. ഇങ്ങനെ ഒരു വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. സോ ഈ ഒരു ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ ഡ്രൈഡനെ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നമുക്ക് നമ്മുടെ കവിതയിലേക്ക് വരാം. ഈ ഒരു കവിതയിലെ ആദ്യ ഭാഗം മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കവിത തുടങ്ങുന്നത് തന്നെ ദ പോയം ഇൽസ്ട്രേറ്റ്സ് ഷാഡ്വെൽ ആസ് ദ ഹെയർ ടു എ കിങ്ഡം ഓഫ് പോയറ്റിക് ഡൾനെസ് represented by his association with Richard Flecknoe, an earlier poet already satirized by Andrew Marvell and disliked by Dryden. അപ്പോൾ റിച്ചാർഡ് ഫ്ലെക്നോ എന്ന് പറയുന്ന ഒരു പൂർവികനായിട്ടുള്ള കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളെ വളരെയധികം വിമർശിക്കപ്പെട്ടിരുന്നു. അതിനെ അംഗീകരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു, വിമർശിച്ച ആളുകളും ഉണ്ടായിരുന്നു. വിമർശിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആൻഡ്രൂ മാർവൽ. പ്രശസ്തനായിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയറ്റാണ് അദ്ദേഹം. മെറ്റാഫിസിക്കൽ പോയറ്റാണ്. സോ ആൻഡ്രൂ മാർവൽ വളരെ നിശിതമായിട്ട് വിമർശിച്ച റിച്ചാർഡ് ഫ്ലെക്നോ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതികളൊന്നും ഡ്രൈഡനും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ സാഹിത്യകാരന്മാരുടെ ഇടയിലുള്ള ക്ലാഷൊക്കെ പണ്ട് കാലങ്ങൾ മുതലേ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ക്ലാഷ് അവരുടെ രചനകളിലൂടെ തീർക്കുമായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ലിറ്റററി അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തിലൂടെ വന്ന അറ്റാക്കാണ് ആൻഡ്രൂ മാർവെല്ലും റിച്ചാർഡ് ഫ്ലെക്നോയും. അപ്പോൾ ഈ ഒരു റിച്ചാർഡ് ഫ്ലെക്നോ എന്ന് പറയുന്ന ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മുടെ ഡ്രൈഡൻ വിശ്വസിക്കുന്ന സാഹിത്യകാരൻ്റെ പിന്തുടർച്ചക്കാരനായിട്ടാണ് ഷാഡ്വെല്ലിനെ കാണുന്നത്. അപ്പം നമ്മുടെ കവിതയുടെ പേരിൽ ഒരു മാക് എന്നൊരു ടേം കാണാം. ഇതിൻ്റെ അർത്ഥം സൺ എന്നാണ്. അപ്പോൾ സൺ ഓഫ് ഫ്ലെക്നോ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ടൈറ്റിലിലെ ഫ്ലെക്നോ കൊണ്ടുള്ള ഉദ്ദേശം റിച്ചാർഡ് ഫ്ലെക്നോയാണ്. മാക് ഫ്ലെക്നോ എന്നാവുമ്പോൾ റിച്ചാർഡ് ഫ്ലെക്നോയുടെ മകൻ, അത് ഷാഡ്വെല്ലാണ്. Then also the poet does not use belighting techniques to satirize him. അപ്പോൾ ഈ കവിതയിൽ നമ്മുടെ റിച്ചാർഡ് ഫ്ലെക്നോയെയും ചെറുതായിട്ട് പരാമർശിക്കുന്നുണ്ട് എങ്കിലും അധിക വിമർശനങ്ങളും കടന്നു ചെല്ലുന്നത് നമ്മുടെ തോമസ് ഷാഡ്വെല്ലിലേക്കാണ്. അപ്പോൾ നമുക്ക് തോമസ് ഷാഡ്വെല്ലിനെ അദ്ദേഹം എങ്ങനെ വിമർശിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. The poem begins in the tone of an epic masterpiece. ഒരു എപ്പിക് മാസ്റ്റർപീസ് എന്ന രീതിയിലാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു ഇതിഹാസ കാവ്യം എന്ന നിലയിലാണ് കവിത തുടങ്ങുന്നത്. പ്രസൻറ്റിങ് ഷാഡ്വെൽസ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ഡൾനെസ്. പക്ഷേ ഇവിടെ വ്യത്യാസം, ഈ ഒരു ഇതിഹാസ കാവ്യം എന്ന രീതിയിൽ തുടങ്ങുമെങ്കിലും നമ്മുടെ ഷാഡ്വെല്ലിൻ്റെ ഡൾനെസ്, വളരെ വിരസമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയെ പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ജസ്റ്റ് ആസ് എവറി എപ്പിക് ഹീറോ ഹാസ് എ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്. നമ്മൾ ഏതൊരു ഇതിഹാസ കാവ്യം എടുത്ത് നോക്കുകയാണ് എങ്കിലും അവിടെയെല്ലാം അതാത് ഇതിഹാസങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാണ് അവരുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അവരുടെ ഗുണത്തെ നാം അളക്കുക. ഏതുപോലെ ഒഡീസസ് ഈസ് കണ്ണിങ്. ഒഡീസസ് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ കണ്ണിങ് ആണ്, വളരെ കർക്കശക്കാരനാണ്. അക്കിലസ് ഈസ് റാത്ത്. വളരെ ഉഗ്രകോപിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അക്കിലസ്. ദെൻ ദ ഹീറോ ഓഫ് സ്പെൻസേഴ്സ് ദ ഫെയറി ക്വീൻ ഈസ് ഹോളിനെസ്. സ്പെൻസറിൻ്റെ ഫെയറി ക്വീൻ എന്ന് പറയുന്ന ആ ഒരു എപ്പിക്കിലെ ക്യാരക്ടർ വളരെ പവിത്രമായ ഒരു ക്യാരക്ടറാണ്. ദെൻ വൈ സാത്താൻ ഇൻ പാരഡൈസ് ലോസ്റ്റ് ഹാസ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രൈഡ്. ഇനി നമ്മുടെ പാരഡൈസ് ലോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ സാത്താൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതൊരു അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഗുണവിശേഷണങ്ങൾ നമ്മൾ എപ്പിക് കാവ്യങ്ങളിൽ നമ്മൾ കൊടുക്കാറുണ്ട്, ക്യാരക്ടേഴ്സിന് കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഡ്രൈഡൻ ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷണം ഡൾനെസ് ആണ്, അഥവാ വിരസതാണ്. വളരെ വിരസനായിട്ടുള്ള കവിയാണ്. Thus Dryden subverts the theme of the defining characteristic by giving Shadwell a negative characteristic as his only virtue. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷാഡ്വെല്ലിന് അർഹിക്കുന്ന നല്ല ഗുണങ്ങളൊന്നുമില്ല, ആകെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ ഷാഡ്വെല്ലിനുള്ള ഏക ഗുണം എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സോ ഷാഡ്വെല്ലിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അദ്ദേഹം ആദ്യം പരിചയപ്പെടുത്തുന്നത് ഡൾനെസ് ആണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കവിത അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോം ക്രിയേറ്റ്സ് ദ ഇല്യൂഷൻ ഓഫ് ഇറ്റ്സ് ബിഗിനിങ് ആൻഡ് എപ്പിക് പോം അബൌട്ട് എ ഹിസ്റ്റോറിക്കൽ ഹീറോ. ഒരു ചരിത്ര പുരുഷനെ അല്ലെങ്കിൽ ഒരു ചരിത്ര നായകനെ അവതരിപ്പിക്കുന്ന ഒരു തോന്നൽ. ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ കവിത വായിക്കുന്ന ആൾക്ക് തോന്നുന്ന
ചിലപ്പോൾ അത് അൺട്രൂ ഈവൻ്റ് ആയിരിക്കും. ഒരു അൺട്രൂ ഈവൻറ്റ് അത് നമ്മുടെ ലേണറിന് അല്ലെങ്കിൽ ലിസണറിന് അല്ലെങ്കിൽ അത് വായിക്കുന്ന റീഡറിന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഫാൾസ് ബിലീഫാണ്. അപ്പോൾ ഒരു ചരിത്ര പുരുഷനെ അവതരിപ്പിക്കുന്നത് പോലെ കവിത തുടങ്ങുന്നു. എന്നാൽ തൊട്ടടുത്ത വരിയാകുമ്പോൾ ദ നെക്സ്റ്റ് ലൈൻസ് ടോക്ക് അബൌട്ട് മാക് ഫ്ലെക്നോ, എ മൊണാക് ഹു ഇൻസ്റ്റെഡ് ഓഫ് റൂളിംഗ് ആൻ എംപയർ റൂൾസ് ഓവർ ദ റിയലം ഓഫ് നോൺസെൻസ്. മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന ക്യാരക്ടർ, അഥവാ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് റിച്ചാർഡ് മാക് ഫ്ലെക്നോയാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു സാമ്രാജ്യത്തെ അടക്കി ഭരിക്കുന്നതിന് പകരമായിട്ട് നോൺസെൻസ്, അർത്ഥശൂന്യമായ സാമ്രാജ്യത്തെ, നോൺസെൻസ് ആകുന്ന ഒരു കിങ്ഡമിനെയാണ് അദ്ദേഹം അടക്കി ഭരിക്കുന്നത്. സോ ഇവർക്കൊന്നും സെൻസബിളായിട്ട് കാര്യങ്ങൾ എഴുതാനോ സംസാരിക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ ഒരു വിഡ്ഢികളുടെ രാജാവ് അല്ലെങ്കിൽ വിഡ്ഢിത്തങ്ങളുടെ രാജാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു. ദ കിങ് ഈസ് ഓൾഡ്, അദ്ദേഹം പ്രായമായി, ആൻഡ് ദോസ് മസ്റ്റ് ചൂസ് എ സക്സസർ ടു ഹിസ് ത്രോൺ. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത ഒരു ഭരണാധികാരിയെ, അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ച അവകാശക്കാരനെ തിരഞ്ഞെടുക്കണം. ഡ്രൈഡൻ വണ്ടേഴ്സ് വെദർ ദ കിങ് വിൽ ചോസ് എ പോയറ്റ് ഹു ഹാസ് ടാലൻറ്റ് ആൻഡ് വിറ്റ്. അപ്പോൾ ഡ്രൈഡൻ എന്ന് അത്ഭുതകരമായിട്ട് ഒന്ന് ചിന്തിക്കുകയാണ്, അതിശയിച്ച് ചിന്തിക്കുകയാണ്, ഇനി ഈ ഒരു കവി ടാലൻ്റ് ഉള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാളെയാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഓർ ഇഫ് ഹി വിൽ ചൂസ് സമ്മൺ ലൈക്ക് ഹിം, അല്ലെങ്കിൽ അയാളെപ്പോലെ എന്ന് പറയുമ്പോൾ തീരെ സെൻസ് ഇല്ലാത്ത ഒരാളെയാണോ? അല്ലെങ്കിൽ എ മാൻ വിത്ത് നോ ലിറ്റററി ടാലൻറ്റ്, സാഹിത്യപരമായിട്ട് കവി പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, പക്ഷേ കവി എന്ന രീതിയിൽ സ്വയം ഭാവിച്ച് നിൽക്കുന്ന ഒരാളെയാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഡ്രൈഡൻ അതിശയിക്കുന്നുണ്ട്. ഫ്ലെക്നോ ഡിസൈഡ്സ് അപ്പോൺ ഹിസ് സൺ ഷാഡ്വെൽ, എ മാൻ വിത്ത് നോ ടാലൻറ്റ് ആൻഡ് ഹു ഈസ് സ്റ്റഡിയസ് സ്റ്റുപ്പിഡ് ആൻഡ് ഓൾവേസ് അറ്റ് വാർ വിത്ത് വിറ്റ്. അപ്പോൾ ഒരു കഴിവുമില്ലാത്ത, വളരെയധികം ഫൂളിഷായിട്ടുള്ള, വിറ്റ് അഥവാ വിസ്റ്റത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഷാഡ്വെൽ എന്ന സ്വന്തം മകനെ തന്നെയാണ് അടുത്ത അവകാശിയായിട്ട് നമ്മുടെ ഫ്ലെക്നോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഷാഡ്വെൽ ഈസ് ആൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് വെരി corpulent man. Through Flecknoe's words, the poet continues to insult Shadwell in a mock heroic tone, calling him his Adonis, the last great prophet of tautology, and for anonymous dullness he was made. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഷാഡ്വെല്ലിനെ വിമർശിച്ചു തുടങ്ങുകയാണ്. ഒരു മോക്ക് ഹീറോയിക് ടോണിൽ നമ്മുടെ ഷാഡ്വെല്ലിനെ കളിയാക്കി തുടങ്ങുന്നത് തന്നെ ദ ലാസ്റ്റ് ഗ്രേറ്റ് പ്രോഫിറ്റ് ഓഫ് ടോട്ടോളജി എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ റിപ്പീറ്റിങ്ങിനെയാണ്. അതായത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാത്ത ആവർത്തനത്തെയാണ് നമ്മൾ ടോട്ടോളജി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീ കെയിം ഓൺ ടൈം, അവൾ കൃത്യസമയത്ത് വന്നു. ആൻഡ് പങ്ക്ച്വൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പങ്ക്ച്വലും ഓൺ ടൈമും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ആവശ്യവുമില്ലാതെ, പ്രത്യേകിച്ച് യൂസൊന്നും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടോളജിയുടെ അവസാനത്തെ ഗ്രേറ്റ് പ്രോഫിറ്റാണ്. അതേപോലെ ഡൾനെസ് കൊണ്ട് അദ്ദേഹം സ്വയം ലേപനം ചെയ്തിരിക്കുകയാണ്. അനോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നാനം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് പുറത്ത് തേച്ചിരിക്കുക എന്നൊക്കെയാണ്, അഭിഷേകം ചെയ്യുക എന്നൊക്കെയാണ്. ഷാഡ്വെൽ അറൈവ്സ് ഇൻ ലണ്ടൻ ഔട്ട്ഫിറ്റഡ് ലൈക്ക് എ കിങ് ആൻഡ് ലോർഡഡ് ബൈ ദ പീപ്പിൾ. അങ്ങനെ ഷാഡ്വെൽ ലണ്ടനിലേക്ക് കടന്നു വരുന്നു. ഒരു രാജാവിനെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹത്തെ ആളുകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഫ്ലെക്നോ ചൂസസ് ഫോർ ഹിസ് സൺസ് ത്രോൺ എ നെയ്ബർഹുഡ് ഓഫ് ബ്രോതൽസ് ആൻഡ് തിയേറ്റേഴ്സ് ബ്രത്തിങ് ബാഡ് ആക്ടേഴ്സ്. അപ്പോൾ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആ ഒരു പദവി കൈമാറുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നെയ്ബർഹുഡ് ഓഫ് ബ്രോത്തൽസ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, അതിനുവേണ്ടി ആളുകൾ പോകുന്ന ആ ഒരു ഹൗസിനെയാണ് പറയുന്നത് ബ്രോത്തൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അഭിസാരികമാർ താമസിക്കുന്ന ആ ഒരു വീട്, അത് സന്ദർശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുകൾ. അതേപോലെ തിയേറ്ററിൽ നിന്നും വന്നിട്ടുള്ള വളരെ മോശം അഭിനയം കാഴ്ചവെക്കുന്ന, മികച്ച അഭിനേതാക്കളല്ല, മോശമായിട്ടുള്ള ബാഡ് ആക്ടേഴ്സ്. അപ്പോൾ വളരെയധികം സമൂഹത്തിൽ വളരെയധികം മോശമായിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള, സ്വയം കഴിവ് കേടുകളുള്ള ആളുകളാണ് നമ്മുടെ ഷാഡ്വെല്ലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇനി ആ ഒരു പാലസിൽ നോക്കുമ്പോൾ, ഇൻ ദോസ് പാലസ് റിയൽ ഡ്രാമ ഡസ് നോട്ട് എക്സിസ്റ്റ്, ഓൺലി സിമ്പിൾ പ്ലേസ് ആർ വെൽക്കം. ആ ഒരു പാലസിനകത്ത്, ഇൻസൈഡ് ദോസ് പ്ലേസസ്, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ റിയൽ ഡ്രാമ ഡസ് നോട്ട് എക്സിസ്റ്റ്, അവിടെ യഥാർത്ഥ നാടകം നടക്കുന്നില്ല. ഓൺലി സിമ്പിൾ പ്ലേസ് ആർ വെൽക്കം, അവിടെ എല്ലാം വളരെ ലളിതമായിട്ടുള്ള ചില പ്ലേസ് മാത്രമാണ് സ്വാഗതം ചെയ്യുന്നത്.
Dryden also alludes to some of the historical Shadwell's plays like Ebbsonville's Psyche and mocks another contemporary writer, Singleton, who is envious that he wasn't chosen as successor to the throne. അപ്പോൾ ഇവിടെ ഇനി ഡ്രൈഡൻ അടുത്തൊരു പരിഹാസത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു സ്ഥലങ്ങളിലൊന്നും പ്രശസ്തമായിട്ടുള്ള യഥാർത്ഥ ഡ്രാമേഴ്സ് ഒന്നുമല്ല, വളരെ കേവലമായിട്ടുള്ള കുറച്ച് പ്ലേസ് ആണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഷാഡ്വെല്ലിൻ്റെ തന്നെ ചില പ്ലേസ് അദ്ദേഹം എടുത്ത് പറയുകയാണ്. എബ്സൺവേൾസ്, സൈഖെ പോലുള്ള. അദ്ദേഹത്തെ പറയുന്നതോടൊപ്പം തന്നെ ഡ്രൈഡന് അധികം ഇഷ്ടമില്ലാത്ത ആ കാലഘട്ടത്തിലെ മോശം എഴുത്തുകാരായി ഗണിക്കപ്പെടുന്ന ചില ആളുകളെ അദ്ദേഹം പരാമർശിക്കുന്നു. സിംഗിൾട്ടൺ പോലെ. സിംഗിൾട്ടൺ എന്ന് പറയുന്ന എഴുത്തുകാരന് ഈ ഒരു രംഗം കണ്ട് അദ്ദേഹത്തിന് അസൂയ തോന്നുകയാണ്. എന്തുകൊണ്ട് ഈ ഒരു കിങ്ഡം ഓഫ് നോൺസെൻസിൻ്റെ സക്സസറായിട്ട് എന്നെ തിരഞ്ഞെടുത്തില്ല, സോ ഞാനും അതിനർഹനാണ്. അപ്പോൾ ഇവിടെയെല്ലാം വളരെയധികം കണ്ണടച്ചുകൊണ്ടുള്ള ഒരു പരിഹാസം വരികയാണ്. അപ്പോൾ സിംഗിൾട്ടനും അസൂയയോടുകൂടി ഈ ഒരു രംഗം നോക്കി നിൽക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇൻ ദിസ് എൻവയോൺമെൻറ്റ് ഷാഡ്വെൽ വിൽ റൂൾ ഓവർ ദോസ് ഹു ഹാവ് നോ ലിറ്റററി ടാലൻറ്റ്. അപ്പോൾ ഈ ഒരു പരിസരത്തിൽ നിന്നും, അപ്പോൾ അവിടെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകൾക്കും സാഹിത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല, സാഹിത്യ ആസ്വാദനം പോലും അവർക്ക് വശമില്ല, അല്ലേ? സാഹിത്യം ആസ്വദിക്കുക എന്ന കഴിവ് പോലും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ഒരു ടാലൻറ്റും ഇല്ലാത്ത, ഒരു പ്രതിഭാത്വവും ഇല്ലാത്ത ആളുകളെ അടക്കി ഭരിക്കാൻ, അവരെ റൂൾ ചെയ്യാൻ ഷാഡ്വെൽ എന്തുകൊണ്ടും അർഹനാണ് എന്നാണ് ഈ പറയപ്പെട്ട രംഗങ്ങളിൽ നിന്നും ഡ്രൈഡൻ പറഞ്ഞു വരുന്നത്. The descriptions Dryden offers only serve the purpose of highlighting the incompetency of Shadwell and create the image of fool rolling over persons. അപ്പോൾ ഇവിടെ എല്ലാം അദ്ദേഹം പറയുകയാണ്, ഷാഡ്വെൽ ഒരു കഴിവില്ലാത്ത ഒരു എഴുത്തുകാരനാണ്, ഒരു സാഹിത്യകാരനാണ്, വളരെ 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 ഒന്നും അറിയാത്ത കുറേ ആളുകളുടെ മേൽ ഭരണം കാഴ്ചവെക്കുന്ന വിഡ്ഢിയായ ഒരു രാജാവായിട്ടാണ് ഷാഡ്വെല്ലിനെ നമ്മുടെ ഡ്രൈഡൻ ചിത്രീകരിക്കുന്നത്. ഇനി അങ്ങോട്ട് കിരീടധാരണം അല്ലെങ്കിൽ അവകാശ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പറയുകയാണ്. കുറേ വർണ്ണനകളും കാര്യങ്ങളും ഇനി അങ്ങോട്ട് പറയാനുണ്ട്. സോ അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞിരുന്നു. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സോ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കൂടുതൽ ചർച്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.